എറണാകുളം ചോറ്റാനിക്കരയിൽ 19-കാരിയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താൻ മർദ്ദിച്ചതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകി. പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. അന്വേഷണം തുടരുകയാണെന്നും 19-കാരിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആൺസുഹൃത്തിനെതിരെ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും കേസ് എടുത്തെന്നും പോലീസ് അറിയിച്ചു. വളരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കേസാണത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അതിൽ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കേസിന്റെ അന്വേഷണം പ്രാരംഭദശയിലായതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും നിങ്ങളോട് തൽക്കാലം വെളിപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും ശരിയായ വിധത്തിൽ അന്വേഷണം മുന്നോട്ട് നടക്കുന്നുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ഇൻവോൾവ്മെന്റ് കൂടുതൽ വിശദമായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്ക് ദേഹോപദ്രവം ഏറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ സാധ്യതകൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റും. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവുമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രേണുക, ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണോ? അന്വേഷണം എപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കുട്ടിയുടെ അവസ്ഥ അതിഗുരുതരമായി തന്നെ തുടരുകയാണ്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടി ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. തലയ്ക്ക് പറ്റിയ ഒരു ക്ഷതമേറ്റവും കഴുത്തിനുണ്ടായ ഒരു വരിഞ്ഞു മുറുകി ഷാളുകൊണ്ട് കഴുത്തിൽ വലിച്ചു മുറുക്കിയ ഒരു ആഘാതമാണ് ഈ ഒരു സംഭവത്തിന്റെ ഏറ്റവും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് നയിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് തന്നെയാണ് ഡിവൈഎസ്പിയുടെ കുരിശുമേട് ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രതി എന്ന് സംശയിക്കുന്ന ഈ ആൺസുഹൃത്തിനെതിരെ ബലാത്സംഗ കുറ്റവും അതോടൊപ്പം തന്നെ കൊലപാതകം ശ്രമവുമാണ് ചുമത്തിയിരിക്കുന്നത്. BNS 64-101 പ്രകാരമാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൺസുഹൃത്തിനെതിരെ പരാതി അല്ലെങ്കിൽ ആൺസുഹൃത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. നിലവിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ വീട്ടിൽ പോയി ഫോറൻസിക് സംഘം പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ ഫലം വരേണ്ടതുണ്ട്. ഈ ഫലത്തിന്റെ അടിസ്ഥാനത്തിലും കുട്ടിയുടെ ആരോഗ്യനിലയുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ആൺസുഹൃത്തിന്റെ തെളിവെടുപ്പും അല്ലെങ്കിൽ മൊഴിയെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങളുടെ സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു സംഭവം വരേണ്ടതുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർ തമ്മിൽ പ്രതിയും അതോടൊപ്പം തന്നെ പ്രതി എന്ന് സംശയിക്കുന്ന ആൺകുട്ടിയും ഈ അപകടം സംഭവിച്ചിരിക്കുന്ന 19-കാരിയും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം വഴി ഇവർക്കൊരു പരിചയമുണ്ടായി. ഇവരങ്ങനെ നേരിട്ട് കാണുകയും അതോടൊപ്പം തന്നെ സ്ഥിരമായി വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായി ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്കൊന്നും രാത്രി സമയങ്ങളിൽ വരാറുണ്ടായിരുന്നു. പകൽ സമയത്ത് ഈ സുഹൃത്ത് ഇവിടെ വരാറില്ലായിരുന്നു. നാട്ടുകാർക്കൊരു പൊതുശല്യമാകുന്ന രീതിയിലായിരുന്നു ഈ ആൺസുഹൃത്തിന്റെ ഒരു പ്രവർത്തന രീതി. അല്ലെങ്കിൽ അവിടെ വന്ന് അവരെ ഭീഷണിപ്പെടുത്തുക, നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, വാഹനങ്ങൾ വഴിയിൽ കൊണ്ട് പാർക്ക് ചെയ്യുക, ഒരു അലമ്പുണ്ടാക്കുക എന്നൊരു പശ്ചാത്തലമാണ് ഈ ആൺസുഹൃത്ത് പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20ഓളം അടങ്ങുന്ന നാട്ടുകാര് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇതിനു മുമ്പും ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൺകുട്ടിക്കെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണം പ്രാഥമികഘട്ടം ഇപ്പോൾ പോലീസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു അന്വേഷണം എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന്. ഈ പ്രതിയെ പിടിക്കാനായി തന്നെ പലപ്പോഴും നാട്ടുകാർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കടന്നു കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈക്കിലാണ് എപ്പോഴും വരുന്നത്. ഒരു സുഹൃത്ത് വീടിന്റെ മുൻവശത്ത് കൊണ്ട് ഇറക്കി വിട്ടിട്ട് സ്ഥിരം പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ അല്ലെങ്കിൽ ഈ 19-കാരിയുടെ അമ്മ വീട്ടിലില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ശനിയാഴ്ച രാത്രി 11 മണിയോട് തന്നെ ഈ ആൺസുഹൃത്ത് വീട്ടിലേക്ക് വരുന്നതും ആൺസുഹൃത്തിന് കൂട്ടായി അയാളുടെ കൂടെ അല്ലെങ്കിൽ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൺസുഹൃത്തിന്റെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ പകുതി വഴിക്ക് അല്ലെങ്കിൽ വീടിന്റെ മുൻവശത്ത് ഇറക്കി വിട്ടിട്ട് പോവുകയും ഇവർ വീട്ടിൽ വരികയും എന്തിനും ഒരു വിഷയത്തെ ചൊല്ലി ഇരുവരും തർക്കമുണ്ടാക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. തർക്കമുണ്ടാക്കി കലഹിക്കും. അതോടൊപ്പം തന്നെ മറ്റാരോടും ഈ 19-കാരി മറ്റാരോടും സംസാരിക്കുന്നത് ഈ ആൺസുഹൃത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. പലതവണ വിലക്കിയിട്ടുണ്ടെന്നും വീട്ടിൽ വന്ന അമ്മയുടെ മുമ്പിൽ പോലും ഈ കുട്ടി അല്ലെങ്കിൽ 19-കാരിയെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ നിരന്തരമായി വീട്ടിൽ വരികയും ഈ വീട്ടിൽ ഇയാൾ വരുന്നതിനിടെ അമ്മ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ വരുന്നുണ്ട്, വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയും അല്ലെങ്കിൽ ഈ പ്രതി എന്ന് കരുതുന്ന ആൺകുട്ടി ഇതിൽ നിന്നും പിന്മാറിയിട്ടില്ലായിരുന്നു. നിരന്തരം വരികയായിരുന്നു. ഈ ഒരു സംഭവത്തിലാണ് ഈ കുട്ടിയെ ദേഹോപദ്രവം ചെയ്യിക്കുകയും അർത്ഥനഗ്നയാക്കി അതോടൊപ്പം തന്നെ കഴുത്തിൽ ഷാള് കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും കയ്യിൽ ഞരമ്പ് അറുത്തതിന് ശേഷം അതിൽ രക്തം കട്ടുപിടിച്ച് ഉറുമ്പ് കടിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കണ്ടെത്തത്. ഈ കുട്ടിയെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ കുട്ടിയുടെ ആദ്യത്തെ അവസ്ഥ കണ്ടത് തന്നെ ഈ
കുട്ടിയുടെ അമ്മയുടെ സഹോദരിയാണ് ആദ്യം തന്നെ ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 11 മണിക്ക് നടന്ന സംഭവം പിറ്റേ ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് അവിടെ ഉള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വേണം പറയാൻ. റൂം തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് ചെന്ന് കുട്ടിയെ അന്വേഷിച്ചപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് ഈ ഒരു അവസ്ഥയിൽ. ബോധരഹിതയായിരുന്നു. ഇനി മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമെല്ലാം അവർ ചിന്തിച്ചിരുന്നു എന്നാണ് ആ സമയത്ത് നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും പോലീസിനെ ആ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടതിനെ പോലീസിനെ അറിയിച്ച് എന്താണ് എന്ന് അന്വേഷിക്കുകയും ആംബുലൻസ് വരെയും കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ നിർണായകമായ വിവരങ്ങൾ, ഇതൊരു ദുരൂഹത നിറഞ്ഞൊരു സംഭവമാണ്. ഈ ആൺസുഹൃത്തിനെതിരെ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഫോറൻസിക് സംഘത്തിന്റെ ഒരു ഫലം വന്നതിന് ശേഷം അല്ലെങ്കിൽ ആൺസുഹൃത്തിന്റെ മൊഴിയെടുപ്പ്, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഈ ഒരു കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത്. നിലവിൽ നമ്മൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൺകുട്ടിയാണ് അവസാനമായി ഈ വീട്ടിലേക്ക് വന്നതും അല്ലെങ്കിൽ നാട്ടുകാർ പലതവണയും ഇയാളെ കണ്ടിട്ടുണ്ട്. എന്നാൽ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, കടന്നു കളഞ്ഞു എന്നൊരു സംഭവമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ഈ കുട്ടിയുടെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ശനിയാഴ്ച 11 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 4 മണിക്ക്, ഞായറാഴ്ച 4 മണിക്കാണ് ഈ കുട്ടിയെ ബന്ധു കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ അത്രയും നേരം ബോധരഹിത അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ട അബോധാവസ്ഥയിലേക്കാണ് കുട്ടി പോയത്. ശരീരത്തിൽ നിന്നും ആവശ്യമായി അല്ലെങ്കിൽ ആവശ്യത്തിലധികം രക്തം പോയിട്ടുണ്ട് പുറത്തേക്ക്. അത് ഉറുമ്പരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു അവസ്ഥ പോലും ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ബോധം ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ കുട്ടിയെ ആ വീട്ടിൽ കണ്ടത്. ആ സമയം ആ കുട്ടിയുടെ അമ്മ വീട്ടിലായിരുന്നു. ഇവർക്ക് ഈ അമ്മയുടെയും അച്ഛന്റെയും ദത്തുപുത്രിയാണ്. 2ാം വയസ്സിൽ ഈ കുട്ടിയെ എടുത്തു വളർത്തിയതാണ്. അച്ഛൻ മരണമടഞ്ഞു എന്നൊരു വാർത്ത, അല്ലെങ്കിൽ അച്ഛൻ ഈ കുട്ടിയുമായിട്ട് കുഞ്ഞിലെ തന്നെ ഇവർ ഒരുമിച്ചായിരുന്നു. അച്ഛനുമായിട്ട് വിഷയമുണ്ടായി. അച്ഛൻ പോയി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛന്റെ മരണം, അങ്ങനെ ഒരു സംഭവമാണ്. നിലവിൽ അമ്മയും ഈ കുട്ടിയുമായിരുന്നു ആ വീട്ടിൽ തുടർന്നുകൊണ്ടിരുന്നത്. ഇരുവരും തമ്മിൽ നിരന്തരമായൊരു കലഹം ആ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഈ രാത്രി സമയങ്ങളിൽ എന്നാണ് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതി രാത്രി സമയത്ത് ഈ വീട്ടിലേക്ക് പ്രതി എന്ന് സംശയിക്കുന്ന ഈ ആൺകുട്ടി രാത്രി സമയത്ത് ഈ വീട്ടിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഇവരുമായി 3 പേരുമായിട്ടൊരു ബഹളം പുറത്ത് കേൾക്കാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങളാണ് ഈ കേസിന്റെ ഏറ്റവും കൂടുതൽ നിർണായക വഴിത്തിരിവ് എന്ന് പറയുന്നത്. പെൺകുട്ടിക്ക് ദേഹ ഉപദ്രവം ഏറ്റിട്ടുണ്ട്, ശരീരത്തെ ക്ഷതമേറ്റിട്ടുണ്ട്, തലച്ചോറിനുണ്ടായ ഒരു ആഘാതം അല്ലെങ്കിൽ തലച്ചോറ് നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്, കഴുത്തിന് ഷാളുകൊണ്ട് വലിച്ചു മുറുകിയ നിലയിൽ ആഴത്തിലുള്ള മുറിവുകൾ കഴുത്തിലുണ്ട്. ഇത്തരം സംഭവങ്ങളാണ് ഈ കുട്ടിയുടെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് DYSP VT ഷാജൻ സാറിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. നമുക്ക് നിർണായകമായ വിവരങ്ങൾ ഇനിയും ഈ ദുരൂഹത സംഭവത്തിൽ അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന അടിസ്ഥാനത്തിലും കസ്റ്റഡിയിൽ രാവിലെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും നിരന്തരമായി ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തതെന്നൊരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. കുട്ടിയുടെ ആരോഗ്യനിലയും നാട്ടുകാരുടെ പരാതിയും അമ്മ നൽകിയ ഒരു മൊഴിയെടുപ്പിന്റെ അല്ലെങ്കിൽ അമ്മയുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ FIR പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അറസ്റ്റിന്റെ നടപടികൾ മൊഴി പരിശോധിച്ചതിന് ശേഷം മാത്രമാണെന്ന് DYSP ഷാജൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമം ആൺസുഹൃത്തിന്റെ മൊഴി എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടി ആത്മഹത്യക്ക് പലതവണ ശ്രമിച്ചിട്ടുണ്ടെന്നൊരു ഇതും കൂടെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ഒരു നിലവിൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല, ഇവനുമായി അല്ലെങ്കിൽ ഈ ആൺസുഹൃത്തുമായുള്ള ഒരു വിഷയമാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു സംഭവത്തിന് മുമ്പ് ഈ കുട്ടി ഇങ്ങനെ ശ്രമിച്ചിട്ടില്ല ആത്മഹത്യക്ക് എന്നൊരു സംഭവമുണ്ട്. ഈ ഒരു വഴക്കിന് ശേഷമാണ് ഈ കുട്ടി ഈ ഒരു അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞത്. പെൺകുട്ടിയെ താൻ മർദ്ദിച്ചിട്ടുണ്ടെന്നൊരു പെൺകുട്ടിയെ പലതവണ താൻ മർദ്ദിച്ചിട്ടുണ്ടെന്ന് പ്രതി എന്ന് കരുതുന്ന ആൺകുട്ടി പറയുന്നുണ്ട്. അമ്മയും പറയുന്നുണ്ട്. അമ്മയുടെ മുമ്പിൽ പോലും പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറി വരികയും അലക്ഷ്യമായ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ അമ്മയുടെ മുമ്പിൽ തന്നെ കുട്ടിയോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയുടെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് നമ്മൾ സംശയിക്കുന്ന ആൺകുട്ടി, ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ ആൺകുട്ടിയിലേക്ക് തലയോലപ്പറമ്പ് സ്വദേശിയാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഇവരൊരു ആൺസുഹൃത്ത് പെൺസുഹൃത്ത് എന്നുള്ളൊരു ബന്ധം തുടരുകയായിരുന്നു. നിലവിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി എന്ന് കൂടെ എടുത്തു പറയേണ്ടതാണ്. കഞ്ചാവ് കേസുകളിലും അതോടൊപ്പം തന്നെ തട്ടിപ്പറി അടിപിടി കേസുകളിലെല്ലാം പോക്സോ കേസിലെ അവശ്യനിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ആൺസുഹൃത്ത് കസ്റ്റഡിയിലായിരിക്കുന്നത്. പെൺകുട്ടിയുടേത് ആത്മഹത്യാ ശ്രമമെന്നും കുട്ടിയെ മർദ്ദിച്ചതായിട്ടുമുള്ള മൊഴിയാണ്. പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്.